ആന ഈ പറഞ്ഞ പോലെ നേരത്തെ ഇത്രയും മണിക്കൂറുകളായി ഒന്നും കഴിച്ചിട്ടില്ല, ക്ഷീണിതനാണ്. പക്ഷെ ആനയുടെ ഭാഗത്തു നിന്ന് വലിയൊരു ശ്രമം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം വിശ്രമിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും സർവ്വശക്തിയും എടുത്ത് കരയ്ക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് ആനയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു അവശത തന്നെയാണ് ആനയെ തളർത്തുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. അത്തരത്തിൽ വലിയ രീതിയിലൊരു അവശത ഉണ്ടായിരുന്നിട്ട് പോലും ഇത്തരത്തിൽ പൂർണ്ണ ഉത്സാഹത്തോടെ ഊർജ്ജസ്വലനായി ആന ഈ ശ്രമം നടത്തുന്നത് തന്നെയാണ് പ്രതീക്ഷയുള്ള ഘടകം, ആശ്വാസമേകുന്ന ഘടകം. നിലവിൽ പ്രതലത്തിൻ്റെ തടസ്സം കൂടി പ്രതിസന്ധിയാകുന്നു. അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത്തരത്തിൽ ഈ മണ്ണ് പുറത്തേക്കെടുത്ത മണ്ണ് അകത്തേക്ക് തന്നെ വീണ്ടും അതിന് അനുയോജ്യമായ രീതിയിൽ കുറച്ചുകൂടി മണ്ണ് അകത്തേക്ക് ഇട്ട് ആനയ്ക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഒരുക്കുന്നതും നമുക്ക് കാണാം. പലതവണ ശ്രമം നടത്തി വീണ്ടും ദയനീയമായ ആന വീണ്ടും ആ കുഴിയിലേക്ക് വീണു പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ദൗത്യം നടത്തുന്നവർക്കും ദൗത്യം കാണുന്നവർക്കും അത്ര നിരാശയുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണത്. അത്തരത്തിൽ ഉള്ള കാഴ്ച പലതവണയായി കാണുന്നു. അതിൽ ആത്യന്തികമായി ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഓരോ ഘട്ടത്തിൽ ഉയർന്നു നിൽക്കുമ്പോഴും പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റാൻ വേണ്ടി കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടി വേണ്ട പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി ഓരോ ഘട്ടത്തിലും ഈ ദൗത്യത്തിന് പൂർണ്ണമായും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്നെ ഈ ദൗത്യത്തിലേക്ക് പൂർണ്ണമായി ഏർപ്പെട്ടിരിക്കുന്ന സേനാ വിന്യാസമുണ്ട്, വനപാലകരുണ്ട്, പോലീസുണ്ട്, മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ പൂർണ്ണമായ ഒരു മനസ്സറിഞ്ഞ ഒരു രക്ഷാപ്രവർത്തനം തന്നെ നടക്കുന്നു. അതിനൊടുവിൽ ആന കരകയറും. ഇനിയും സാധ്യത അവശേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പലതവണയായി നമ്മൾ ഇപ്പോൾ ആന കരകയറി എന്ന പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിൽ ആന മുന്നോട്ട് വന്നെങ്കിലും അവിടെയെല്ലാം ആന പരാജയപ്പെടുകയാണ്. വീണ്ടും പുറകോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ വിശ്രമിക്കുകയാണ്. വീണ്ടും പുറത്തേക്ക് കിടക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിനനുയോജ്യമായ രീതിയിൽ മണ്ണൊരുക്കി കൊടുക്കുന്നു. കൃത്യമായ ഒരു പാത അത്തരത്തിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. മുകളിലേക്ക് കയറാൻ ഉള്ള ഒരു സംവിധാനം തന്നെയാണ് ആനയ്ക്ക് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പലതവണ മുന്നോട്ട് പോകുമ്പോഴും പിന്നോട്ട് അടുക്കുമ്പോഴാണ് ആ ഘട്ടത്തിൽ കൂടി ആനയ്ക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവിടെ മണ്ണൊരുക്കുന്നത്. ഇപ്പോൾ വാരിയ മണ്ണ് പുറത്തേക്ക് എടുത്ത ആ മണ്ണ് തന്നെ, ആ ചെമ്മണ്ണാണ്, ആനയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രതലമാകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. അത്തരത്തിൽ ആനയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ചെയ്തത്. ഇനിയെങ്കിലും ആനയെ പുറത്തേക്ക് കിടക്കാനുള്ള ഒരു വഴി ഒരുങ്ങുമോ എന്നൊരു പ്രത്യാശയാണ് അവിടെ അവശേഷിക്കുന്നത്. ആന ഇപ്പോൾ അവശനാണ്. അതുകൊണ്ട് തന്നെ പലതവണ ഇത്തരത്തിൽ ശ്രമിക്കുമ്പോൾ കൂടുതൽ അവശനാകുന്നുണ്ട്. അതുകൊണ്ട് വിശ്രമം അനിവാര്യമാണ്. അത്തരത്തിൽ വിശ്രമം എടുത്തതിന് ശേഷമാണ് വീണ്ടും ആന ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു നേരത്തെ ഈ ദൗത്യമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഊർജ്ജം ആനയിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ള മറ്റൊരു വസ്തുത കൂടിയാണ്. ഈ സമയമേറെ വൈകിയത് കൂടി ഇതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു ഘടകം കൂടിയാണ്. കാരണം വെളിച്ചം ഉൾപ്പെടെ ഈ ദൗത്യത്തിനുണ്ടാക്കുന്ന ഒരു വെല്ലുവിളിയുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനെല്ലാം കൃത്യമായി മറികടക്കാൻ, കൃത്യമായ തടസ്സങ്ങൾ മറികടക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. JCB ഓപ്പറേറ്ററുടെ ഉൾപ്പെടെ മികവ് ഉണർത്തുന്ന ഒരു രക്ഷാ ദൗത്യം നമ്മൾ കാണുന്നുണ്ട്. കൃത്യമായി ആനയുടെ തുമ്പിക്കൈക്ക് ഉൾപ്പെടെ പോറലേൽക്കാതെ, പരിക്കേൽക്കാതെ കൃത്യമായി മണ്ണ് പിന്തുണ വേണമെങ്കിൽ അത്തരത്തിൽ JCB ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പിന്തുണ കൂടി നൽകേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിൽ തന്നെ രക്ഷാദൗത്യം ഇവിടെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആന രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. അത് അല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. കൃത്യമായ പ്രതലം കൂടി അതിന് അനുയോജ്യമായാൽ ആനയ്ക്ക് കയറിപ്പോകാനാകുമെന്ന് ഇപ്പോഴുമുള്ളൊരു പ്രതീതിയുണ്ട്. അത്തരത്തിൽ തന്നെ നമുക്ക് കാണാൻ 5-6 തവണയായി ആന കയറാൻ ശ്രമിക്കുന്നു. ഇനി അപ്പോൾ നമുക്ക് മുന്നിലേക്കുണ്ടാകുന്നൊരു ചിന്ത, അവശതയാണോ ആനയെ തളർത്തുന്നത് എന്നുള്ള ഒരു ആശങ്ക അവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തൊക്കെയെല്ലാം കാര്യങ്ങൾ ചെയ്യാനാകുമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിദഗ്ധ സംഘം അവിടെയുണ്ട്. വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ അജേഷ് മോഹന്റെ നേതൃത്വത്തിലുള്ള സംഘം, ആനയുടെ വൈദ്യ സഹായം ഉൾപ്പെടെ ഉറപ്പാക്കാനുള്ള ഒരു സംഘവും അവിടെയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇപ്പോൾ കടക്കേണ്ടതുണ്ടോ, അതോ പ്രതലം അനുയോജ്യമായാൽ ആനയ്ക്ക് കയറിപ്പോകാൻ പറ്റുമോ? ഇത്തരം ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അതിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളമായി ദൗത്യം തുടങ്ങിയിട്ട് ഇനിയും എത്ര സമയം എന്നുൾപ്പെടെ ആന കയറി കഴിഞ്ഞാൽ ആനയ്ക്ക് പൂർണ്ണ ഉത്സാഹത്തോടെ ഊർജ്ജം അവശേഷിക്കുന്നുണ്ട്. ആന കയറിപ്പോയാൽ പൂർണ്ണ വിജയത്തോടെ തന്നെ കൃത്യമായ ദിശയിലേക്ക് ആനയെ നയിക്കാനായാൽ പൂർണ്ണ വിജയം എന്ന് തന്നെ നമുക്ക് ഈ ദൗത്യത്തെ വിശേഷിപ്പിക്കാനാകും. അതിലേക്ക് കടക്കാനാണ് ഈ നാടൊന്നാകെ, ഉറങ്ങാട്ടി ഉൾപ്പെടെ ഒന്നാകെ കാത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ എടുക്കുമോ എന്നുൾപ്പെടെയാണ് നമ്മൾ കണ്ടറിയേണ്ടത്. സന്ധ്യ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പലതവണ പരാജയപ്പെടുകയാണ് ആന. ഇനി കുറച്ച് വിശ്രമിച്ച് വീണ്ടും കയറാനാകട്ടെ ആനയ്ക്ക് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുന്നത്.